നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. താനൂരിൽ മാതാവ് കൊന്നു കുഴിച്ചു മൂടിയ 3 മാസം പ്രായമായ കുഞ്ഞിന്റെ മൃതദേഹം പോലീസ് പുറത്തെടുത്തു. കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ജുമൈത്തിനെയാണ് പോലീസ് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. അവിഹിത ബന്ധം പുറത്തറിയിക്കാതിരിക്കാനാണ് 3 ദിവസം പ്രായമായ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്നാണ് പ്രതിയുടെ മൊഴി. പ്രതിയുടെ കാമുകനെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നും താനൂർ CIJ മാത്യു പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു യുവതിയുടെ പ്രസവം. 26-ന് ഡിസ്ചാർജ് ചെയ്ത് രാത്രി വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. താനൂർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ബുധനാഴ്ച യുവതിയെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റസമ്മതം നടത്തിയത്. ബുധനാഴ്ച രാത്രി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി. വീടിന്റെ പറമ്പിൽ കിണറിനടുത്തായാണ് കുഞ്ഞിനെ കുഴിച്ചിട്ടിരുന്നത്. ഇന്നലെ രാവിലെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. കോഴിക്കോട് സ്വദേശിയായ ഭർത്താവുമായി തെറ്റി സ്വന്തം വീട്ടിലായിരുന്നു 1 വർഷത്തിലേറെയായി ജുമൈലത്തിന്റെ താമസം. 3 കുട്ടികളുടെ മാതാവാണ്. കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു. യുവതി ഗർഭിണിയായ വിവരം വീട്ടുകാർക്കും അറിയാമായിരുന്നില്ല. വീട്ടുകാരുമായും ജുമൈല സ്വരച്ചർച്ചയിലായിരുന്നില്ല. ഒറ്റയ്ക്കാണ് പ്രസവത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതെന്നാണ് വിവരം. രാത്രിയാണ് വന്നതെന്നാൽ കുട്ടി ഒപ്പമുണ്ടായിരുന്ന വിവരം അറിഞ്ഞില്ലെന്നാണ് വീട്ടുകാരുടെ മൊഴി. വീട്ടുകാർക്ക് സംഭവത്തിൽ പങ്കുള്ളതായി ഇതുവരെ സൂചനയില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. തുടർന്ന് വീട്ടിലെത്തിയ ശേഷം കുഞ്ഞിനെ അർദ്ധരാത്രി കൊന്ന് വീട്ടിലെ പറമ്പിൽ കുഴിച്ചുമൂടിയെന്നാണ് പോലീസ് പറയുന്നത്. ബക്കറ്റിൽ വെള്ളം നിറച്ച ശേഷം കുട്ടിയെ മുക്കിക്കൊല്ലുകയായിരുന്നു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതി ചോദ്യം ചെയ്തപ്പോഴാണ് ദാരുണ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. വീടിനടുത്തുള്ള പറമ്പിലാണ് മൃതദേഹം കുഴിച്ചിട്ടതെന്ന് ഇവർ മൊഴി നൽകിയിരുന്നു. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. IPC 302 പ്രകാരം യുവതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ യുവതി പോലീസ് സംഭവ സ്ഥലത്ത് എത്തിച്ചിരുന്നു. ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്ത് എത്തി. തിരൂർ തഹസിൽദാർ S. ഷീജ, താനൂർ DYSP VV ബെന്നി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. അതേസമയം കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ കുടുംബത്തിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതായി ഓട്ടോ ഡ്രൈവർ നജീബ് മൊഴി നൽകി. കുഞ്ഞിനെ ഏതെങ്കിലും അനാഥാലയത്തിൽ ഉപേക്ഷിക്കുമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത്. ഇക്കാര്യം പോലീസിനെ അറിയിച്ചിരുന്നെന്നും ഓട്ടോ ഡ്രൈവർ നജീബ് പറഞ്ഞു. നജീബിൽ നിന്നും താനൂർ പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. തനിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി ജുമൈലത്ത് മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും പോലീസ് പൂർണ്ണമായും ഇത് വിശ്വസിച്ചിട്ടില്ല. യുവതിയുടെ അമ്മയുടെ വിശദമായ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. മറ്റൊരു സംഭവത്തിൽ വസ്ത്രവ്യാപാര സ്ഥാപന ഉടമയായ വീട്ടമ്മ സ്ഥാപനത്തിനുള്ളിൽ തൂങ്ങി മരിച്ച കേസിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. ചേർത്തല എക്സറേ കവലയ്ക്ക് സമീപം രാജി മഹേഷിനെയാണ് സ്ഥാപനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാത്രി കടയടച്ച് വീട്ടിൽ പോയ രാജി തിരികെ കടയിലേക്ക് വരികയായിരുന്നു. രാത്രി വൈകിയും കാണാതായതിനെ തുടർന്ന് ഭർത്താവ് റാം മോഹൻ തിരക്കിയെത്തിയപ്പോഴാണ് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. കുടുംബ വഴക്കിനെ തുടർന്നുള്ള ആത്മഹത്യയെന്നാണ് പോലീസ് പറയുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഭർത്താവിനും മകൾക്കും മൃതദേഹം വിട്ടുകൊടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.